നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം സംസ്ഥാന പാതയിലെ ചിയ്യാനൂരിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി. ചിയ്യാനൂർ പടത്ത് സിനിമാ തിയേറ്ററിന് മുൻപിലെ ചെറിയ പറമ്പിൽ ശനിയാഴ്ച രാത്രി 3 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. സ്വിഫ്റ്റും മഹീന്ദ്ര താറും SUV-യുമാണ് അപകടത്തിൽപ്പെട്ടത്. പരപ്പനങ്ങാടി ഭാരത് ജിം റോഡിൽ സൂപ്പി കുട്ടി സ്കൂളിന്റെ പിറകുവശത്തുള്ള വീടിന്റെ മതിൽ തകർന്നു വീണ് 2 കുട്ടികൾക്ക് നിസാര പരിക്ക് പറ്റിയ കുട്ടികളെ പരപ്പനങ്ങാടി നഹാസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. തിരൂരങ്ങാടി ചെമ്മാട് അമ്പലപ്പടിയിൽ നായ ബൈക്കിന് കുറുകെ ചാടി അപകടത്തിൽ സുബിത എന്ന യുവതിക്ക് പരിക്കേറ്റു. ജില്ലയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടത് 37 മെഗാവാട്ട് വൈദ്യുതി. KSEB നടത്തിയ പഠനത്തിലാണ് ഇവ കണ്ടെത്തിയത്. ജില്ലയിൽ 6.98 മില്യൺ യൂണിറ്റാണ് ശരാശരി ദൈനംദിന വൈദ്യുതി ഉപയോഗം. ഈ പ്രശ്നം പരിഹരിക്കാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരത്തോടെ ജില്ലയുടെ വിതരണ മേഖലയ്ക്കായി KSEB ലിമിറ്റഡ് 410 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണം പുരോഗമിക്കുന്ന മലപ്പുറം KSRTC ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുൻഭാഗത്തെ ചില്ല് തകർത്ത സംഭവത്തിൽ ചില്ല് ആരും തകർത്തതല്ലെന്നും തനിയെ പൊട്ടിയതാണെന്നും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ചില്ല് ആരോ തകർത്തതാണെന്ന സംശയത്തിൽ KSRTC അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളം തിരിച്ചുവിടുന്നതിന് അഴനിക്കാട് ഭാഗത്ത് ഡ്രൈനേജ് സ്ഥാപിക്കാനും കരിപ്പൂർ GMLP സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തി നടത്താനും വിമാനത്താവള ഫണ്ടിൽ നിന്നും ധനസഹായം. ഇരു പ്രവൃത്തികൾക്കുമായി കരിപ്പൂർ വിമാനത്താവളത്തിന്റെ CSR ഫണ്ടിൽ നിന്നും സാമ്പത്തിക സഹായം അനുവദിച്ചതായി കളക്ടർ അറിയിച്ചു. തുവ്വൂർ അങ്ങാടിയിൽ റോഡ് കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കാതെ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മിക്കുന്നു. MLA-യുടെ ആസ്തി വികസന ഫണ്ട് 40 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടൗണിൽ അഴുക്കുചാൽ നിർമ്മിക്കുകയും പൂട്ടുകെട്ട വിരിച്ച് മനോഹരമാക്കുകയും ചെയ്യുന്നത്. 3 വർഷമായി തീറ്റി വളർത്തിയ മുടി അർബുദ രോഗികൾക്ക് നൽകി 4 വയസ്സുകാരൻ. ഉള്ളണം നോർത്ത് ചട്ടിക്കൽ രാകേഷ് ഷെബിന ദമ്പതികളുടെ മകൻ ഭദ്രയാണ് മുടി നൽകിയത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിരുവാലി ചെള്ളിയത്തോട് പാലം പണി തുടങ്ങി. പഴയ പാലം ഇന്നലെ പൊളിക്കാൻ ആരംഭിച്ചു. വാഹനങ്ങൾ പാലത്തിനു സമീപം താൽക്കാലിക റോഡിലൂടെ കടത്തിവിടുന്നുണ്ട്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.